അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ദർസുൽ ഖുർആനിന്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ഖുർആനിലെ ഓരോ അധ്യായങ്ങളും എന്തൊക്കെയാണ് മനുഷ്യകുലത്തോട് പറയുന്നു എന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ചെറിയ ഒരു സംരംഭമാണ് നമ്മുടെ ഈ ദർസുൽ ഖുർആൻ പരിപാടി. ഇന്ന് 202ാമത്തെ ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 67ാമത്തെ അധ്യായം സൂറ അൽ മുൽക്കിലെ 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്തുൽ മുൽക്ക് അഥവാ ആധിപത്യം എന്നാണ് അൽ മുൽക്ക് എന്ന പദത്തിന്റെ അർത്ഥം. വളരെ പ്രത്യേകതകളുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ മുൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അധ്യായത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണം പ്രവാചകൻ പറഞ്ഞു. 30 ആയത്തുകളുള്ള ഒരു അധ്യായം ഖുർആനിലുണ്ട്. ആ അധ്യായം അത് പാരായണം ചെയ്തവന് അഥവാ അതിന്റെ വക്താവിന് പുറത്തു കൊടുക്കുന്നതുവരെ അത് അള്ളാഹുവിനോട് ശഫാഅത്ത് നടത്തുകയുണ്ടായി. തബാറക സൂറത്താണ് പ്രസ്തുത അധ്യായം എന്ന് നബി തിരുമേനി പറഞ്ഞു. ഈ അധ്യായത്തിൽ 30 ആയത്തുകളാണ് ഉള്ളത്. അത് പാരായണം ചെയ്തവന്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ അവന് ലഭിക്കുന്ന പരലോകത്ത് ലഭിക്കുന്ന ശഫാഅത്തിനെ കുറിച്ചാണ് പ്രസ്തുത ഹദീസിൽ പ്രതിപാദിക്കുന്നത്. മാത്രമല്ല, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, സൂറത്തു മുൽക്കും അതുപോലെ തന്നെ സൂറത്തു സജദയും പാരായണം ചെയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ഉറങ്ങുന്നതിന്റെ മുമ്പായി നബി തിരുമേനി ഈ അധ്യായം പാരായണം ചെയ്തിരുന്നു. ഇതുപോലെ വേറെയും ഒരുപാട് വിശേഷണങ്ങൾ, സവിശേഷതകൾ ഈ അധ്യായത്തിനുള്ളതായി പല റിപ്പോർട്ടുകളിലും കാണാൻ കഴിയും. വലിയ പ്രാധാന്യമുള്ള, മനുഷ്യൻ ചിന്തിക്കേണ്ട, അവന്റെ ജീവിതത്തിൽ അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ തബാറക എന്ന് പറഞ്ഞുകൊണ്ടാണ്. അള്ളാഹുവിന്റെ അവന് മാത്രമായിട്ടുള്ള സമ്പൂർണ്ണ ആധിപത്യത്തെ പ്രതിപാദിച്ചുകൊണ്ട് അവന്റെ കഴിവുകളും അവൻ ഈ പ്രപഞ്ചത്തിൽ ചെയ്തു വച്ചിരിക്കുന്ന ചില കാര്യങ്ങളുമൊക്കെ മനുഷ്യന്റെ മുമ്പിൽ ചിന്തക്കും ആലോചനക്കും വിഷയീഭവിക്കുന്നതിനു വേണ്ടി ഈ അധ്യായത്തിൽ അള്ളാഹു ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ഇതിലെ 1-ാമത്തെ ആയത്ത്
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ദിനരാത്രങ്ങളിൽ ഉറങ്ങുന്നതിൻ്റെ മുമ്പായി ഈ അധ്യായം പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് മുമ്പ് വായിച്ച ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അത്രയും പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ആയത്തിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം തബാറക, അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. അല്ലദീ ബിയദിഹിൽ മുൽക്കു, ആരാണ് അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നത്? ആരുടെ കയ്യിലാണോ അൽ മുൽക്ക്, ആധിപത്യമുള്ളത്, അവൻ. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. ഒന്നാമതായി അള്ളാഹുവിനെ തന്നെ പ്രത്യേകമായി വിശേഷിപ്പിക്കുകയാണ് ഈ വചനത്തിൽ. തബാറക്ക അല്ലെങ്കിൽ ബർക്കത്ത് എന്ന പദത്തിൽ നിന്നാണ് തബാറക്ക എന്ന പദമുണ്ടാകുന്നത്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി, വളർച്ച, അതുപോലെ തന്നെ സൗഭാഗ്യം, സമൃദ്ധി, അങ്ങനെ അനവധി പദങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു അറബി മൂലമാണ് ബർക്കത്ത് എന്നുള്ളത്. അല്ലെങ്കിൽ ആ ബർക്കത്തിന്റെ യഥാർത്ഥ പൂർണ്ണമായ അർത്ഥതലത്തിൽ വരുന്ന പദമാണ് തബാറക, അഥവാ സമ്പൂർണനായിരിക്കുന്നു എന്ന്. ആര്? അല്ലദീ, ഒരുവൻ. ആ ഒരുവനെ കുറിച്ച് പറയുന്നു ബിയദിഹിൽ മുൽക്ക്, ആധിപത്യം അവന്റെ കയ്യിലാണ്. അപ്പൊ സർവാധിപത്യം ആരുടെ കയ്യിലാണോ അവൻ അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്കറിയാം അള്ളാഹു മഹത്വമുള്ളവനും അത്യുന്നതനും അതുപോലെ തന്നെ പരിശുദ്ധനും അനുഗ്രഹ സമ്പൂർണനുമാകുന്നു എന്ന ഒരു പദം കൊണ്ടാണ് ഈ അധ്യായം അള്ളാഹു ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യരിൽ പലർക്കും പലവിധത്തിലുള്ള അനുഗ്രഹങ്ങളുണ്ട്. പക്ഷെ അനുഗ്രഹങ്ങളുടെ ആധിപത്യം അള്ളാഹുവിന്റെ കയ്യിലാണ്. അവൻ ഇച്ഛിക്കുന്ന ആളുകൾക്ക്, അവൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവന്റെ ആ അനുഗ്രഹത്തിൽ നിന്ന് പലപ്പോഴായി അവൻ നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ചില ആളുകൾക്ക് അത് അവൻ നൽകാതിരിക്കുകയോ നൽകിയവരിൽ നിന്ന് പിന്നീട് അത് തിരിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യുമെന്ന് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വചനം നമുക്ക് കാണാൻ കഴിയും. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഅ വതൻസിഉൽ മുൽക മിമ്മൻ തശാഅ വതഇസ്സു മൻ തശാഅ വതദില്ലു മൻ തശാഅ ബിയദിക്കൽ ഖൈർ. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഖുലില്ലാഹുമ്മ, അള്ളാഹുവേ, മാലിക്കൽ മുൽക്ക്. ഖുൽ എന്ന് പറഞ്ഞാൽ നബിയോട് പറയാണ്, അള്ളാഹുവേ, മാലിക്കൽ മുൽക്കി, ആധിപത്യത്തിന്റെ ഉടമസ്ഥൻ, തുഅ്തിൽ മുൽക, അവൻ ആധിപത്യം അനുഗ്രഹം നൽകുന്നു. ആർക്ക്? മൻ തശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. അപ്പൊ തുഅ്തിയൽ മുൽക മൻ തശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അനുഗ്രഹം നൽകുന്നു. നമുക്കറിയാം ഭൂമിയിൽ പലവിധത്തിലുള്ള അനുഗ്രഹങ്ങൾ, സ്ഥാനമാനങ്ങൾ, രാജാധിപത്യം, അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അനുഗ്രഹങ്ങൾ, സാമ്പത്തിക ശേഷി, എല്ലാം അനുഗ്രഹങ്ങളാണല്ലോ. ഈ അനുഗ്രഹങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നു. എന്നാൽ വയൻസിഉൽ മുൽക മിമ്മൻ തശാ, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അവനത് എടുക്കുന്നു അല്ലെങ്കിൽ നൽകാതിരിക്കുന്നു എന്നർത്ഥം. വ തുഇസ്സു മൻ തശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പ്രതാപം നൽകുന്നു. വ തുദില്ലു മൻ തശാ മൻ യശാ, വ
തുദല്ലു മൻ തശ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നിന്ദ്യതയും നൽകുന്നു. എന്നിട്ട് അവസാനം പറയുന്നു ബിയദിക്കൽ ഖൈർ, അവനിലാകുന്നു, അഥവാ ആ അള്ളാഹുവിലാകുന്നു എല്ലാവിധ കാര്യങ്ങളും സമ്പൂർണമായിരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനെ വിളിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് പോലെ മാലിക്കൽ മുൽക്ക്, അവൻ ആധിപത്യത്തിന്റെ ഉടമസ്ഥനാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അവനത് തട്ടിക്കളയുന്നു. എന്നിട്ട് പറയുന്നത് എന്താ? വ തുഇസ്സു മൻ തശാ, അള്ളാഹുവെ നീ ഉദ്ദേശിക്കുന്നവരെ നീ പ്രതാപിയാക്കുന്നു. വ തുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ദ്യത നൽകുന്നു. അപ്പൊ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ പ്രതാപവും അവന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും ഒക്കെ ലഭിക്കുന്നത് അള്ളാഹുവിന്റെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ്. അതേപോലെ തന്നെ അത് നൽകപ്പെടാതിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതാപമില്ലാതിരിക്കുന്നതോ ചില ആളുകൾ നിന്ദ്യരാകുന്നതൊക്കെ ചെയ്യുന്നതും അവൻ ഉദ്ദേശിക്കുന്നതിനനുസരിച്ചാണ്. കാരണം അവന്റെ കയ്യിലാണ് എല്ലാ ആധിപത്യവും അധികാരങ്ങളുമൊക്കെ. അതുകൊണ്ട് തന്നെ തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്കു, അവന്റെ കയ്യിലാണ്, അല്ലെങ്കിൽ ആരുടെ കയ്യിലാണോ ആധിപത്യം അവൻ അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അതിന്റെ അവസാനത്തിൽ വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നമുക്കറിയാം ഖുർആനിന്റെ പല ഭാഗങ്ങളിലായി അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് പറഞ്ഞത് അവനൊരു വസ്തു ഉണ്ടാകൂ എന്ന് പറയേണ്ട താമസമേ ഉള്ളൂ, അതുണ്ടാകുക തന്നെ ചെയ്യും. സൂറത്ത് യാസീനിൽ അതിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും, അവനൊരു വസ്തുവിനോട് കുൻ ഫയകൂൻ, അതുണ്ടാകൂ എന്ന് പറയേണ്ട കാര്യം അതുണ്ടാവുക തന്നെ ചെയ്യും. ഈ പറഞ്ഞതിൽ നിന്ന് അള്ളാഹുവിന്റെ കഴിവും അവന്റെ ആധിപത്യവും എത്രമാത്രം അവനിൽ മാത്രം നിലകൊള്ളുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ പടച്ച തമ്പുരാന്റെ അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു എന്ന് പറയുമ്പം മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി ഒരു സൃഷ്ടാവിന്റെ ആ കഴിവിനെയും ആധിപത്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യരിൽ ചിലർക്ക് മറ്റു ചിലർ സഹായിക്കാൻ കഴിയും, മറ്റു ചിലർക്ക് ചില ഭൗതികമായ അനുഗ്രഹങ്ങൾ നൽകാൻ കഴിയും. പക്ഷേ അതെല്ലാം അള്ളാഹു നൽകിയതിൽ നിന്നാണ്. എല്ലാ ആധിപത്യവും അവനിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവൻ അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു എന്ന് പറയുന്നു. അതിനുശേഷം മനുഷ്യരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ അള്ളാഹു അവൻ തന്നെ അല്ലദീ, വീണ്ടും അവന്റെ ഒരു വിശേഷണമായിട്ടാണ് പറയുന്നത്. അതെന്താ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. ആ രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നത് എന്തറിയോ? മനുഷ്യരെ സംബന്ധിച്ച് ഏറെ ശ്രദ്ധേയമായ ഒരു വചനമാണ്. ആ അള്ളാഹു അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അവൻ. നമുക്കറിയാം, നമ്മൾ ആരും ജനിച്ചത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ദിവസത്തിലോ സമയത്തിലോ അല്ല. ഇനി മരണവും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഭൂമിയിലുള്ള എല്ലാവർക്കും അറിയാം. അതിൽ നിന്ന് തന്നെ ഇതൊന്നും മനുഷ്യന്റെ കയ്യിലല്ല, അല്ലെങ്കിൽ അവൻ കൈകാര്യം ചെയ്യുന്നതല്ല. എല്ലാം സംവിധാനിച്ചവന്, സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് എന്ന് പ്രത്യേകം ഈ കാര്യങ്ങളൊക്കെ കണ്ടറിയുന്ന മനുഷ്യനെ സംബന്ധിച്ച്, അനുഭവിച്ചറിയുന്ന മനുഷ്യരെ സംബന്ധിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എങ്കിലും അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അപ്പൊ ഇതിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം മരണവും ജീവിതവുമാണ്. മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ നശ്വരമായ ക്ഷണികമായ ജീവിതം, ആ ജീവിതത്തിൽ അവൻ ആ ക്ഷണികമായ ജീവിതത്തെക്കാൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് അവന്റെ മരണം. കാരണം അവൻ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് അവൻ അറിയില്ലല്ലോ. അപ്പോ അനശ്വരമായ ഒരു ജീവിതം അവന്റെ മരണത്തോടെ ആരംഭിക്കുകയാണല്ലോ. അപ്പൊ അനശ്വരമായ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത് ഏറ്റവും അധികം ആലോചിക്കേണ്ടവനാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് അവന്റെ ഇഹലോക ജീവിതത്തെക്കാൾ അതിന് നാന്തി കുറിക്കുന്ന, അവസാനം കുറിക്കുന്ന അവന്റെ മരണത്തെ ഈ ആയത്തിൽ ആദ്യമായി പരാമർശിച്ചിട്ടുള്ളത്. മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഇത്രകാലം ജീവിക്കുമെന്ന് ആർക്കും ഉറപ്പിച്ചു പറയാൻ സാധ്യമല്ല. ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും
ഒരു മനുഷ്യന്റെ ആയുസ് ഇത്രയാണ്, ഇന്ന സമയമാണ്, ഇന്ന ദിവസമാണ് അവൻ മരണപ്പെടുക എന്ന് കൃത്യമായി കണക്കാക്കുക സാധ്യമല്ല. അതെല്ലാം അള്ളാഹു സൃഷ്ടിച്ചതാണ്. നമ്മളിവിടെ ജനിക്കുന്നതും അങ്ങനെ തന്നെയാണ്. എവിടെ ജനിക്കണം, എപ്പോൾ ജനിക്കണം എന്നൊന്നും നമ്മളല്ല തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു പറയുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മരണവും ജീവിതവും സൃഷ്ടിച്ചവനായ പടച്ചവൻ അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. അവ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രത്യേകമായ, ഏറ്റവും സവിശേഷമായ ഒരു കാര്യം ഇവിടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. മരണശേഷമാണ് അവന്റെ ജീവിതം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് എന്ന വസ്തുത അവനെ ബോധ്യപ്പെടുത്തുകയാണ്. നമ്മൾ ആലോചിച്ചു നോക്കുക, ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നതും അത് സൃഷ്ടിച്ച അള്ളാഹു തന്നെ ആവണമല്ലോ. കാരണം നമ്മളല്ല ജീവിതവും മരണവും സംവിധാനിച്ചത്, സൃഷ്ടിച്ചത് അത് അള്ളാഹുവാണ്. അപ്പൊ ഈ ലോകത്തിലെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്നും അവനാണ് തീരുമാനിക്കേണ്ടതും നിശ്ചയിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ മരണത്തെ മുന്നേ പറഞ്ഞുകൊണ്ട് അവന്റെ ജീവിതത്തെക്കുറിച്ച് അവൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഈ ജീവിതത്തിൽ മനുഷ്യൻ പ്രധാനമായി ഓർമ്മിക്കേണ്ടത് ഈ ജീവിതം ശാശ്വതമല്ല, അതിനൊരു മരണമുണ്ട് എന്നുള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യം അള്ളാഹു ഈ ആയത്തിൽ ആദ്യം പറഞ്ഞു. ഹുവല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ആദ്യം മരണത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ് പടച്ചവൻ ചെയ്തിട്ടുള്ളത്. മരണാനന്തര ജീവിതം സുഖകരമാക്കുന്നതിന് വേണ്ടിയുള്ള സമ്പത്ത് അത് സ്വരൂപിക്കേണ്ട ഒരിടമാണ് ഈ ജീവിതം എന്ന് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു. മരണവും ജീവിതവും ഏർപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നവൻ ആരാണ്, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും അധികം പരലോകത്തിനു വേണ്ടി സമ്പാദിക്കുന്നവനാരാണ്. ആ സമ്പാദ്യം എന്ന് പറയുന്നത് അഹ്സനു അമല, ഏറ്റവും നല്ല കർമ്മങ്ങളാണ് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് മരണപ്പെടുമ്പോൾ വിട വാങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങളും അവനിൽ നിന്ന് വിട്ടേച്ചു പോകും, മുറിഞ്ഞു പോകും. അതിൽ പറഞ്ഞത് അവന്റെ സൽക്കർമ്മങ്ങളാണ്. ആ സൽക്കർമ്മങ്ങളാണ് അവന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുക എന്ന് പ്രവാചകനും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് അള്ളാഹു ഈ രണ്ടാമത്തെ ആയത്തിലൂടെ മനുഷ്യരെ പഠിപ്പിക്കുന്നത്. മൂന്നാമതും നാലാമത്തെയും ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായ അള്ളാഹുവിന്റെ കഴിവിനെ അംഗീകരിക്കാനും അള്ളാഹു ആരാണ് എന്ന് കൃത്യമായി മനുഷ്യന്റെ മുമ്പിൽ വരച്ചു കാണിക്കുകയും മനുഷ്യൻ എത്ര നിസാരക്കാരനാണ് എന്ന് അവനെ ബോധ്യപ്പെടുകയും ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ഈ രണ്ടായത്തുകളിൽ അള്ളാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പൊ നേരത്തെ ആ അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്ന അള്ളാഹു അവനാണ് ജീവിതവും മരണവും സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു. പിന്നെയും പറയാം അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ, 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനായ ആ അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്ന അള്ളാഹു. തിബാഖ, അടുക്കുകളായി. അപ്പൊ ഖുർആനിൽ 7 ആകാശങ്ങളെ കുറിച്ച് ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഇവിടെ ഒന്നുകൂടെ കൃത്യമായി പറയാണ്, അവ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കുകളായി അവൻ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. ആ അടുക്കുകളുടെ പ്രത്യേകതകൾ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ ആകാശത്തിനും ഇടയിലുള്ള കാര്യങ്ങൾ എന്നൊന്നും ഖുർആൻ പറഞ്ഞതിനപ്പുറം നമ്മൾക്കറിയില്ല. കാരണം മനുഷ്യരെ സംബന്ധിച്ച് മനുഷ്യന്റെ ഗവേഷണങ്ങളും അവന്റെ നിരീക്ഷണങ്ങളും ഒക്കെ
ഈ ദുന്യാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാം ആകാശത്തെ സംബന്ധിച്ച് മാത്രമായിട്ടുള്ളതാണ്. അതുതന്നെ വളരെ തുച്ഛമായ കാര്യങ്ങൾ മാത്രമേ മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ളൂ. ആ നിലക്ക് തുടർന്നുള്ള അതിനപ്പുറമുള്ള മറ്റു 6 ആകാശങ്ങളെക്കുറിച്ച് ഇന്ന് ശാസ്ത്രീയമായ നമുക്കൊരറിവും ലഭിക്കുക സാധ്യമല്ല. പക്ഷെ അള്ളാഹു വളരെ കൃത്യമായി അതിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: അല്ലദീ ഖലഖ സബ്അ സമാവാത് തിബാഖ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്. മാ തറ, നിനക്ക് കാണാനേ കഴിയില്ല. എന്ത്? ഫീ ഖൽഖിസ് സമാവാതി, ആകാശങ്ങളുടെ സൃഷ്ടിപ്പിൽ നിനക്ക് കാണാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ ഫീ ഖൽഖിർ റഹ്മാനി, ആ റഹ്മാനായ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ നിനക്ക് കാണാൻ സാധിക്കുകയില്ല. മിൻ തഫാവുത്, ഏറ്റക്കുറച്ചിലുകൾ ഒന്നും തന്നെ കാണാൻ സാധിക്കുകയില്ല. വളരെ കൃത്യമായി ആകാശങ്ങളുടെ സൃഷ്ടിപ്പിനെയും സംവിധാനത്തെയും കുറിച്ച് പറയാൻ ആ സൃഷ്ടാവായ അള്ളാഹുവിനല്ലാതെ ഇന്നൊരാൾക്കും സാധ്യമല്ല. മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റേതെല്ലാം നിഗമനങ്ങളാണ്. ആ നിഗമനങ്ങൾ പിന്നീട് അവൻ സത്യമാണോ അല്ലയോ എന്ന് സ്ഥാപിച്ച് അത് ഗവേഷണം നടത്തി കണ്ടെത്തുന്നു. അതും ഈ ഒന്നാം ആകാശത്തെ സംബന്ധിച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അതിനപ്പുറമുള്ള ആകാശങ്ങളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു തന്ന വിവരങ്ങളല്ലാതെ ഒന്നും ഇന്ന് നമ്മൾക്ക് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു മനുഷ്യരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഏറെ പ്രസക്തമാണ്. ഈ ഖുർആൻ അല്ലെങ്കിൽ ഈ ചോദ്യം ലോകത്തിന്റെ അവസാനം വരെ ഖുർആൻ നിലനിൽക്കുമെങ്കിൽ ഈ ലോകത്തിന്റെ അവസാനം വരെ തന്നെ നിലനിൽക്കുന്ന ഒരു വെല്ലുവിളിയാണല്ലോ. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഖുർആനിനെ നാം ആണ് ഇറക്കിയത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. എന്താണ് നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ നിത്യതയും അതിന്റെ നൂതനവുമായ എല്ലാ കാര്യങ്ങളും അതിലുണ്ടെന്നും അത് എന്നും സത്യമായി തന്നെ നിലകൊള്ളും. അതിനെതിരായ ഒരു കാര്യം ഇവിടെ സംഭവിക്കാനേ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ വളരെ കൃത്യമായി മനുഷ്യകുലത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ? ഈ ആകാശങ്ങളുടെ സൃഷ്ടിപ്പിൽ, അള്ളാഹുവിന്റെ ഏതൊരു സൃഷ്ടിപ്പിലും മനുഷ്യനെ സംബന്ധിച്ച് ഹൽ തറാ മിൻ തഫാവുത്, അല്ലെങ്കിൽ വല്ല ഏറ്റക്കുറച്ചിലും നിനക്ക് കാണാൻ സാധിക്കുമോ? വീണ്ടും അള്ളാഹു പറയാ, ഫർജിഇൽ ബസ്വറ ഹൽ തറാ മിൻ ഫുതൂർ. ഒന്നുകൂടെ ആവർത്തിച്ചു നോക്ക്. ഫർജ്, നീ മടക്കിക്കൊണ്ടുവാ നിന്റെ ദൃഷ്ടിയെ, നീ അതിന്റെ ചുഴ്ന്നന്വേഷിക്കുന്ന, നീ ഗവേഷണം നടത്തുന്ന നിന്റെ ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നീ ഉപയോഗിച്ചു കൊള്ളുക. നീ നോക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മുടെ സാധാരണ കണ്ണുകൊണ്ട് നോക്കലല്ലോ, മറിച്ചെന്താ? ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് ഈ ആകാശങ്ങളുടെ സൃഷ്ടിപ്പിൽ വല്ല ഏറ്റക്കുറച്ചിലുകളുമുണ്ടോ, പിന്നെ ഹൽ തറാ മിൻ ഫുതൂർ, അതിൽ വല്ല ന്യൂനതകളുമുണ്ടോ എന്നൊക്കെ നിനക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ നീ കണ്ടെത്തും. യഥാർത്ഥത്തിൽ അള്ളാഹു മനുഷ്യരെ വെല്ലുവിളിക്കുന്നത് പോലെ പറയാം. മനുഷ്യനെ നമ്മൾ പലപ്പോഴും ഓരോ ഗവേഷണങ്ങളും ഇന്ന് ജീവിക്കുന്ന ഈ ആധുനിക യുഗത്തിലെ കണ്ടെത്തലുകളൊക്കെ നമ്മൾ കാണുമ്പോൾ പലപ്പോഴും ദൈവമില്ല, ശാസ്ത്രമാണ് എല്ലാം എന്നതിലേക്കാണ് മനുഷ്യൻ പലപ്പോഴും എത്തിപ്പെടാറുള്ളത്. യഥാർത്ഥത്തിൽ ശാസ്ത്രം തന്നെ പറയുന്ന ഒരു കാര്യം, ശാസ്ത്രം ഒന്നും പുതുതായി സൃഷ്ടിക്കുകയല്ല. ശാസ്ത്രം ഈ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം, 2-3 ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യക്കാരനടക്കം 3-4 ആളുകൾ എന്തു ചെയ്തു? ഗവേഷണ ഫലമായി പല പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ഗവേഷണങ്ങളൊക്കെ ഈ ഉപരിലോകത്ത് പോയി നടത്തിയല്ലോ. എന്നിട്ട് അവർ തിരിച്ചു വന്നു. അവിടെ വിത്ത് എങ്ങനെ മുളപ്പിക്കാനുള്ള സാധ്യതകളെ കുറിച്ച് അങ്ങനെ 56 അതിലധികമോ ഗവേഷണങ്ങൾ അവർ നടത്തി എന്ന് പറയുന്നു. അതിനു മുമ്പ് എത്രയോ ശാസ്ത്രകാരന്മാർ ഇതേപോലെ ഗവേഷണങ്ങൾക്കും ആയി യാത്ര നടത്തിയിട്ടുണ്ട്. പറഞ്ഞു വന്നത്, ഇതൊക്കെ അവിടെ എങ്ങനെ സാധിക്കും, എന്ത് സാധിക്കും എന്നൊക്കെ ഒരു അന്വേഷണം മാത്രമാണ്. മറിച്ച് ആ ആകാശങ്ങളുടെ സവിശേഷതകൾ, എത്ര ആകാശങ്ങളുണ്ട്, ഓരോ ആകാശത്തിന്റെയും ഇടയിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, വല്ല ഏറ്റക്കുറച്ചിലുകളും ഉണ്ടോ എന്നാരും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. കാരണം എന്താ?
അത് മനുഷ്യനെ സംബന്ധിച്ച് അസാധ്യമായ ഒരു കാര്യമാണ്. അതൊക്കെ അള്ളാഹുവിന്റെ വലിയ കഴിവിൽപ്പെട്ട അവന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ പോകുന്നതൊക്കെ ആകാശത്തിന്റെ സൃഷ്ടിപ്പിൽ വല്ല ഏറ്റക്കുറച്ചിലോ അല്ല വല്ല ന്യൂനതകളുമുണ്ടോ വിടവുകളുമുണ്ടോ എന്നൊന്നും നോക്കാനല്ല, മറിച്ച് അവിടെ എന്തൊക്കെ സാധ്യതകളുണ്ട് എന്ന് പരീക്ഷിക്കാനാണല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. കാരണം അതാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ആ അമാനുഷികത. അതാണ്, അതുകൊണ്ടാണ് അവന് മാത്രം കഴിയുന്നൊരു കാര്യമാണത് എന്ന് വെല്ലുവിളിക്കുന്നതും അതുകൊണ്ടാണ്. ഇനി ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ നീ പോയിട്ട് നീ ഗവേഷണം നടത്തിയിട്ട് ആകാശത്തിന്റെ സൃഷ്ടിപ്പിൽ വല്ല ഏറ്റക്കുറച്ചിലുകളും ഉണ്ടോ, അത് ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ നടത്തിക്കൊള്ളുക. എന്നാലും അവന്റെ സൃഷ്ടിപ്പിൽ യാതൊരു ന്യൂനതയും കണ്ടെത്താൻ നിനക്ക് സാധിക്കുകയില്ലെന്നു മാത്രമല്ല, പിന്നെയും അള്ളാഹു പറയാ സുമ്മർജിഅൽ ബസറ കറത്തൈനി യൻഖലിബ് ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസിയ എന്ന് പറഞ്ഞാൽ പരാജിതനായിക്കൊണ്ട് പരവശനായിക്കൊണ്ട് നിന്റെ ഗവേഷണങ്ങളൊക്കെ നിന്റെ ദൃഷ്ടി നിന്നിലേക്ക് തന്നെ മടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഒരു ന്യൂനതയും നിനക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ വല്ല ന്യൂനതകളും പോരായ്മകളും കണ്ടെത്താനാണ് നീ ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നതെങ്കിൽ നിനക്ക് പരാജയമായിരിക്കും ഉത്തരം ലഭിക്കുക. മാത്രമല്ല നിനക്ക് അങ്ങനെ ഒരു ന്യൂനതയും കണ്ടെത്താൻ സാധിക്കുകയുമില്ല. ഇതല്പം വിശദമായി പഠിക്കേണ്ട മനസ്സിലാക്കേണ്ട 2 ആയത്തുകളാണ്. നിങ്ങൾ കൂടുതൽ പഠിക്കുമ്പോൾ അള്ളാഹുവിന്റെ കഴിവും ശാസ്ത്രത്തിന്റെ പരിമിതികളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അടുത്ത, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അടുത്ത ആയത്തിൽ വലഖദ് സയ്യന്ന സ്സമാഅ ദുനിയാ ബിമസ്വാബിഹ വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ വഅഅ്തദ്നാ ലഹും അദാബസ് സഈർ. ഇനി അള്ളാഹു മറ്റൊരു കാര്യം പറയട്ടോ, വലഖദ് സയ്യന്ന സ്സമാഅ ദുനിയ, ഈ ദുനിയാവിന്റെ ആകാശത്തെ നാം അലങ്കരിച്ചിരിക്കുന്നു ബിമസ്വാബിഹ, ചില വിളക്കുകളെ കൊണ്ട്. വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാത്തീൻ, പിശാചുക്കളെ എറിഞ്ഞോടിക്കുവാനും നാം ആ വിളക്കുകളെ ഏർപ്പാട് ചെയ്തിരിക്കുന്നു. വഅഅ്തദ്നാ ലഹും അദാബസ് സഈർ, ജ്വലിക്കുന്ന നരകാഗ്നി നാം അവർക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താ അറിയോ, ഒന്നാമത് നമ്മൾ നോക്കിയാൽ കാണുന്ന ആകാശം, അതാണ് ദുന്യാവിനോട് ചേർന്ന് കിടക്കുന്ന ദുന്യാവിന്റെ ആകാശം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ആകാശത്തെ കുറിച്ചുള്ള മനുഷ്യന്റെ പഠനങ്ങളും ഗവേഷണങ്ങളും തന്നെ എവിടെയും എത്തിയിട്ടില്ല. ഇനി എത്രയോ രഹസ്യങ്ങൾ കിടക്കുന്നു. പിന്നെ ബാക്കി അപ്പുറത്തുള്ള 6 ആകാശങ്ങളെ കുറിച്ച് പിന്നെ ആരാ നമുക്ക് പറഞ്ഞു തരും, അള്ളാഹു അല്ലാതെ. ഇവിടെ അള്ളാഹു പറയുന്നത് ഈ ദുന്യാവിനോട് ചേർന്ന് കിടക്കുന്ന ആകാശത്തെ നാം അലങ്കരിച്ചിരിക്കുന്നു ബിമസ്വാബിഹ, ചില പ്രത്യേകതരം വിളക്കുകളെ കൊണ്ട്. ചില മുഫസ്സിരീങ്ങൾ പറയുന്നു അത് നക്ഷത്രങ്ങളാണ് എന്നും, വേറെ ചില മുഫസ്സിരീങ്ങൾ പറയുന്നു കൊള്ളിമീനുകളാണ് അവയെന്ന്, അഥവാ കൊള്ളിമീൻ എന്ന് പറഞ്ഞാൽ ഉൽക്കകളാണത് എന്നും. ഏതായിരുന്നാലും ആ പറഞ്ഞത് അള്ളാഹു പറഞ്ഞ ആ കാര്യങ്ങൾക്ക് കൃത്യമായ ഏതാണ് അതുകൊണ്ട് ഉദ്ദേശം എന്നുള്ളത് നമുക്ക് ആ പറഞ്ഞതിനപ്പുറം പറയാൻ സാധിക്കുകയില്ല. കാരണം ഇതൊക്കെ സൃഷ്ടിച്ച അള്ളാഹു പറഞ്ഞു തന്ന കാര്യങ്ങളെ അതിനെക്കുറിച്ച് നമുക്കും പറയാൻ കഴിയും. പിന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യം, ആകാശത്തിലെ രഹസ്യങ്ങള് മലക്കുകളിൽ നിന്ന് കട്ടുകേൾക്കാൻ മുമ്പ് പിശാചുക്കൾ ശ്രമിച്ചിരുന്നു എന്നും, പിന്നീട് ഖുർആൻ അവതരിക്കാൻ ആരംഭിച്ചത് മുതൽ ആ പരിപാടി തന്നെ ഇല്ലാതായി എന്നൊക്കെ ഖുർആൻ സൂറത്തു ജിന്നിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ നമ്മളത് വിശദീകരിച്ചതുമാണ് പല സന്ദർഭങ്ങളിലായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ആ കട്ട് കേൾക്കാൻ ശ്രമിക്കുന്ന പിശാചുക്കളെ ആട്ടി ഓടിക്കുവാനും ആ വിളക്കുകൾ തന്നെ നാം ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഏർപ്പാട് ചെയ്തിരിക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് അത് കൊള്ളിമീനായിരിക്കാം ആ വിളക്കുകൾ കൊണ്ട് ഉദ്ദേശം, അതല്ലെങ്കിൽ അത് കൊള്ളിമീനോ അതല്ലെങ്കിൽ സാധാരണ പറയാറുള്ളത് പോലെ ഉൽക്കകളോ ആയിരിക്കാം. ആ ഉൽക്കകൾ കൊണ്ട് അവയെ ആട്ടി ഓടിക്കുന്നു. ഏതായിരുന്നാലും അതൊരു നല്ല പരിപാടിയല്ല എന്നും, അങ്ങനെ ചെയ്യുന്ന പിശാചുക്കൾക്ക് അള്ളാഹു ജ്വലിക്കുന്ന നരകാഗ്നി തയ്യാറാക്കി വച്ചിരിക്കുന്നു എന്നും ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആകാശത്തെ സൃഷ്ടിച്ച ആ പടച്ച തമ്പുരാൻ
അതിന് ചില പ്രത്യേകതരം വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അലങ്കാരം അത് നമുക്ക് അനുഭവിച്ചറിയാവുന്ന ഒരു കാര്യമാണല്ലോ. ആകാശത്തിലേക്ക് നോക്കിയാൽ വെട്ടിത്തിളങ്ങുന്ന വ്യത്യസ്ത വർണ്ണങ്ങളുള്ള നക്ഷത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിമനോഹരമായ കാഴ്ചയാണത്. അത് ഒരാൾക്കും നമുക്ക് അതുപോലെ ഉണ്ടാക്കി തരാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സൃഷ്ടിച്ച് സംവിധാനിച്ചു തന്ന ആ അല്ലാഹു തബാറക, അവൻ അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു എന്നാണ് ഈ ആയത്തിന്റെ. ഇതൊക്കെ മടങ്ങുന്നത് എവിടേക്കറിയോ? ഒന്നാമത്തെ ആയത്തിൽ ആദ്യത്തെ പദത്തിലേക്കാണ്. ഈ വിശേഷണങ്ങളൊക്കെ മടങ്ങുന്നത് ആ തബാറക എന്ന പദത്തിലേക്കാണ്. അപ്പൊ ഇത്രയും അത്ഭുതകരമായ ഇതൊക്കെ കൂടുതൽ നമ്മൾ ആഴത്തിലേക്ക് ഇറങ്ങി പരിശോധിക്കേണ്ട, പഠിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോഴാണ് നമ്മൾക്ക് ഈ ഖുർആനിന്റെ അമാനുഷികത, ഇത് മുഹമ്മദ് നബിയുടെ വാക്കുകളല്ല, പ്രപഞ്ച സൃഷ്ടാവിന്റെ കലാമാണ്, അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു തരാൻ അവന് മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ അള്ളാഹുവിനെ അംഗീകരിക്കാനും അവനിൽ വിശ്വസിക്കാനും അപ്പോഴാണ് മനുഷ്യർക്ക് സാധിക്കുക. അതിന് ഈ വചനങ്ങൾ കാരണമാകട്ടെ. നമ്മൾ കൂടുതൽ പഠിക്കുക, അള്ളാഹുവിന്റെ കഴിവുകളെ കുറിച്ച് അറിയുക. അങ്ങനെയാകുമ്പോൾ അത് ജീവിതത്തിൽ നമ്മൾക്കും അവൻ വിചാരിച്ചാൽ എന്തും നടത്താൻ കഴിവുള്ളവനാണ് അവൻ. അതുകൊണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും സന്തോഷങ്ങളിലും ഒക്കെ ആ പടച്ചവനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവനിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ ജീവിതത്തെ സ്വസ്ഥതയും സമാധാനവും ലഭിക്കും. മരണശേഷമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് 2-ാം വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് കൊണ്ട് ഈ ജീവിതമല്ല, അനശ്വരമായ പരലോകമാണ് യഥാർത്ഥ ജീവിതം എന്ന് മനുഷ്യനെ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ അറിയാൻ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ആഴ്ച നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.